ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. മുനമ്പം പ്രശ്നം തീരാനുള്ള സാധ്യത തെളിയുന്നു എന്ന് പറയേണ്ടതുണ്ട്. കാരണം മുനമ്പം പ്രശ്നത്തിൽ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഫറൂഖ് കോളേജ് അധികൃതർ. അവർ തന്നെ മുനമ്പം വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സർക്കാരിൻ്റെ ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുമ്പാകെ കഴിഞ്ഞ ആഴ്ച വ്യക്തമായ ചില വിവരങ്ങൾ നൽകുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുനമ്പം തർക്കം ഒരു പക്ഷേ അവസാനിക്കാൻ പോകുന്നത്. അതിൻ്റെ മുൻപിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മുനമ്പവുമായി ബന്ധപ്പെട്ട എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നിലപാടുകളും സമുദായ നേതാക്കളുടെ നിലപാടുകളും ഒക്കെ ഒരു പരിധി വരെ ഇപ്പോൾ സമ്മർദ്ദത്തിലായിരിക്കുന്നത് ഫറൂഖ് കോളേജ് അധികൃതരുടെ നിലപാടിൻ്റെ വെളിച്ചത്തിലാണ്. വഖഫ് ബോർഡ് ഈ ഫറൂഖ് കോളേജും തമ്മിൽ ഉള്ള തർക്കത്തിൻ്റെ വിഷയവും ഇനി അവസാനിച്ചേക്കാം. ഈ ജുഡീഷ്യൽ കമ്മീഷൻ അവരുടെ സ്റ്റാൻഡ് വളരെ വ്യക്തമായി എടുക്കുന്നതിലാണ് എല്ലാവർക്കും നോട്ടീസ് അയച്ചത്. ഈ മുനമ്പത്തെ ഭൂമിയുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പരിശോധിക്കുക എന്ന് തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷൻ്റെ നിലപാട്. ആ കമ്മീഷൻ ഈ എല്ലാവർക്കും നോട്ടീസ് അയച്ചപ്പോൾ പ്രധാനപ്പെട്ട നോട്ടീസ് കിട്ടി എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് ഈ ഫറൂഖ് കോളേജിനാണ്. ഈ ഫറൂഖ് കോളേജുകാർക്ക് കൊടുത്ത നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് ഉടമസ്ഥാവകാശ രേഖ മുനമ്പത്ത് ഇപ്പോൾ ഈ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഭൂമി ഫറൂഖ് കോളേജുകാർ കൊടുത്തതാണെങ്കിൽ ആ കൊടുത്ത ഭൂമിയുടെ ഉടമസ്ഥ രേഖ നിങ്ങൾ ഹാജരാക്കണം. 2, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഭൂമി കിട്ടിയത് എന്ന് തെളിയിക്കണം, അതിൻ്റെ രേഖ ഹാജരാക്കണം. 3, എപ്പോഴാണ് നിങ്ങൾ ഇത് മറിച്ച് വിറ്റത്, മറിച്ച് വിൽക്കാനുണ്ടായ കാരണം എന്താണ്, അതിൻ്റെ രേഖകൾ ഹാജരാക്കണം. ഈ 3 കാര്യമാണ് ജുഡീഷ്യൽ കമ്മീഷൻ ഫറൂഖ് കോളേജിനോട് ആവശ്യപ്പെട്ടത്. അവർ ഇപ്പോൾ നൽകിയിരിക്കുന്ന മറുപടി, ഞങ്ങൾക്ക് ഇത് ദാനം കിട്ടിയ ഭൂമിയാണ്, ഞങ്ങൾക്കിത് മറിച്ചു വിൽക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ അവകാശം ഞങ്ങൾക്കുണ്ട്. സ്വന്തം ഭൂമിയാണ്, വർഷങ്ങളായി ഞങ്ങളുടെ കൈവശത്തിൽ ഉള്ള ഭൂമിയാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഭാഗാധാരം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് അന്നു മുതലേ ഞങ്ങളുടെ കൈവശം ഉള്ളതാണ്. അത് ദാനാധാരം. ഈ ആധാരം ഞങ്ങളുടെ കൈവശത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ഞങ്ങൾ ചെയ്തു എന്നുള്ളത് ഈ വഖഫ് ബോർഡ് മാത്രമാണ് പരിഗണിക്കാതിരുന്നത്. ഞങ്ങളുടെ വാദമൊന്നും കേൾക്കാതെ വഖഫ് ബോർഡ് അവരുടേതായ നിലപാടിലാണ് ഈ മുനമ്പത്തെ ഭൂമി വഖഫ് ബോർഡിൻ്റേതാണെന്നുള്ള നിഗമനത്തിൽ എത്തിയത്. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഭാഗാധാര പ്രകാരം കിട്ടിയ ഭൂമി ദാനാധാര പ്രകാരം കിട്ടിയ ഭൂമി ഞങ്ങൾക്ക് ആർക്ക് വേണോ മറിച്ചു കൊടുക്കാനുള്ള അവകാശം ഉള്ളതാണ്. അത് വഖഫ് ഭൂമിയായിട്ട് മാർക്ക് ചെയ്തതാണ് ഏറ്റവും വലിയ ഒരു തെറ്റ് എന്ന് ഈ ഫറൂഖ് കോളേജ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് കമ്മീഷൻ വസ്തുതാപരമായി കാര്യങ്ങൾ പരിശോധിച്ചിട്ട് നിലപാടെടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഫറൂഖ് കോളേജ് മുന്നോട്ട് വച്ചിട്ടുള്ള ആശയം. അപ്പോൾ നിലപാടിൽ ഫറൂഖ് കോളേജുകാർ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ ഇതിനു വേണ്ടി അത് വഖഫ് ബോർഡിൻ്റെ കീഴിലുള്ള വഖഫ് ഭൂമി തന്നെയാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ മുൻപിൽ നിൽക്കുന്നവർ ഇനി എന്ത് മറുപടിയാണ് പറയുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിൽ വഖഫ് ബോർഡിന് നോട്ടീസ് കൊടുത്തു, പക്ഷേ വഖഫ് ബോർഡ് ഇതുവരെ അതിന് കൃത്യമായ ഒരു മറുപടി കൊടുത്തിട്ടുമില്ല. കൂടുതൽ സമയം ചോദിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി മുനമ്പത്തെ വഖഫ് ഭൂമി സംബന്ധിച്ച പ്രശ്നം, അത് മുനമ്പത്തെ വഖഫ് ഭൂമി തന്നെയാണോ എന്ന് നമുക്ക് തീർച്ച പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു ക്ലിയറായിട്ട് നമുക്ക് പറയേണ്ടി വരുന്നത് ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ടിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ. അതുമായി ബന്ധപ്പെട്ട കേസുകളും നിലവിൽ ഉണ്ട് താനും. ഒന്ന് തീർച്ചയാണ്, ഈ ഫറൂഖ് കോളേജുകാരുടെ നിലപാട് നിർണായകമായി
മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അവർ ഒരു ക്ലിയർ കട്ട് സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ കൊടുത്തത് തന്നെയാണെന്ന് അവർ പറയുന്നു. ഞങ്ങൾക്ക് ധനാധാരം കിട്ടിയത് തന്നെയാണെന്നും അവർ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.